ഹേ ഗായ്സ്, ഞങ്ങളുടെ മാവേലിക്കരയിലൊരു അടിപൊളി ഒരു കിഡിലെന്നൊരു സംഭവം വന്നു. നേരത്തെ നമ്മുടെ അണ്ടർ വാട്ടർ ആയിരുന്നല്ലോ, ഇപ്പോൾ വന്നേക്കുന്നത് നയാഗ്ര ഫോൾസ് ആണ്. നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടം അറിയത്തില്ലേ, അതിൻ്റെ ഒരു മിനി വേർഷനാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ സൺഡേ വൈകുന്നേരം ഞങ്ങൾ പോയി. ഞാനുണ്ടായിരുന്നു, കാത്തു ഉണ്ടായിരുന്നു, ചേച്ചിയും മക്കളുണ്ടായിരുന്നു, അച്ഛനുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ മോനെ, സൂപ്പറെന്ന് പറയണോ കിടിലെന്ന് പറയണോ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നല്ല രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ കുറേ സമയം അവിടെ നിന്ന് ഇറങ്ങാൻ പോകാൻ നേരം പറഞ്ഞു പോകണ്ട അമ്മയെ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ. നമുക്ക് ചേച്ചിയുടെ മക്കളും പറഞ്ഞു നമുക്കിപ്പോൾ പോകണ്ട. കാരണം അത്രയും ഇല്ല ഫോൾസ്, വാട്ടർ ഫോൾസ് ഇങ്ങനെ വരുമ്പം അതിൻ്റെ ഇങ്ങനെ സ്മോക്ക് പോലെ ഈ വെള്ളം ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ വീഴും, മഴ പെയ്യുന്ന പോലെ. ചെറിയ രീതിയിൽ നമ്മൾ നനയുകയും ചെയ്യും, പക്ഷെ അത് അപ്പം തന്നെ അത് മാറുകയും ചെയ്യും. നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ വാട്ടർ ഫോൾസ് കാണും, നമ്മുടെ നയാഗ്ര ഫോൾസ്. ഈ സംഭവം ചെയ്തേക്കുന്നതിന് ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം, ഗ്രേറ്റ് ജോബ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പതിയെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. മറ്റേ നമ്മൾ അണ്ടർ വാട്ടർ കാണുമ്പം ആ സംഭവം അവിടെ എല്ലാം ഫിഷായിരുന്നു. ഇപ്പം അകത്തോട്ട് കയറുമ്പോൾ വേറൊരു സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ നിന്നു. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർക്കും മുതിർന്നവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അവധി ദിവസങ്ങളിൽ 3 മണി മുതലും വർക്കിംഗ് ഡേയ്സിൽ 4 മണി മുതലുമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. 9 മണി വരെയാണ് നൈറ്റ്. അപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. നമ്മുടെ മാവേലിക്കരയിലാണ് ഇത് സംഭവം നടക്കുന്നത്. നമ്മുടെ നിയർ കണ്ടിയൂർ അമ്പലത്തിന് അടുത്തായിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.